സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പ്രൊട്ടക്റ്റീവായ രീതിയിൽ ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് പ്രിക്കോഷനാണ് നമ്മൾ ഇതിനെടുക്കേണ്ടത്? ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. ക്ലീൻ ചെയ്യാനായിട്ട് 300 രൂപ മതി, 500 രൂപ മതി. സാധാരണ രീതിയിൽ പ്രശ്നങ്ങളില്ല. കാലക്രമേണ ഇതിന്റെ കേബിള്, അതേപോലെ തന്നെ കണക്ടർ, ഇതെല്ലാം ലൂസ് ആവാനോ ഏതെങ്കിലും രീതിയിൽ സ്ലീവ് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ബോഡിയിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ ഇത് ആൾക്കാർക്ക് ആർക്കും അറിയില്ല. വളരെയധികം അപകട സാധ്യത ഉള്ളതാണ്. സിസ്റ്റം ഓഫ് ചെയ്തതിനു ശേഷം മാത്രം ക്ലീൻ ചെയ്യാണ് സേഫ് എന്ന് പറയുന്നത്. ഇതിൽ 51 വോൾട്ടിന്റെ സീരീസ് ചെയ്ത് നോക്കുക. അപ്പൊ വോൾട്ടേജ് 1000 വോൾട്ടിന്റെ അടുത്തു. അപ്പൊ അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ട്. കാരണം അത് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഭയങ്കര സ്പാർക്കിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്ത്. DC സപ്ലൈയുടെ കേസ് മാത്രം ഓഫ് ആക്കിയാൽ മതി, അത് ഇൻവെർട്ടർ AC സപ്ലൈയും കൂടെ ഓഫ് ആക്കേണ്ടി വരും. നമുക്ക് DC സപ്ലൈ ഓഫ് ചെയ്താൽ മതി. അവിടുത്തെ സോഴ്സ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിട്ട് മാത്രം നിൽക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് പാനലുകൾ സാധാരണ രീതിയിൽ നമുക്ക് ഡാമേജുകളൊന്നും വരാറില്ല. ചെറുതായിട്ട് നമുക്കത് തുടക്കണോണ്ടോ ചെറുതായിട്ട് നമുക്ക് റബ്ബ് ചെയ്യണോണ്ടോ ഒന്നും നമുക്ക് വരില്ല.